ഹലോ ഹായ് നമസ്കാരം. സൂ ലൈഫിൻ്റെ മറ്റൊരു വണ്ടർഫുൾ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. തീർച്ചയായിട്ടും കുറേ നല്ല മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് പരിചയപ്പെട്ടു. ഓരോ ദിവസവും ഏത് ബേർഡാണ് അല്ലെങ്കിൽ ഏത് അനിമലാണെന്ന് അറിയാൻ നിങ്ങളെ ഏവരും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങളെ ആരും നിരാശപ്പെടുത്തുകയില്ല. വളരെ നല്ല ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് കൗതുകം തോന്നുന്ന, അറിയാൻ ആഗ്രഹം തോന്നുന്ന കുറച്ച് നല്ല പക്ഷികളെയാണ് ഇന്ന് സൂ ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് ദേശാടന പക്ഷികളുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ബേർഡ്സ് ഉണ്ട്. ഇവ എങ്ങനെയാണ് ഇവ ജീവിക്കുന്നത്, ഇവയുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, ഇവ ഏതൊക്കെ സീസണിലാണ് മുട്ടയിടുന്നത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്, ഇതേക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ സൂ ലൈഫിലൂടെ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്നത്തെ വണ്ടർഫുൾ എപ്പിസോഡ് സൂ ലൈഫിലേക്ക്. ആഡ്രിയ പർപ്പേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സൂവിലുള്ള പർപ്പിൾ ഹെറോൺ എന്ന് പറഞ്ഞ ബേർഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം വാട്ടർ ബേർഡുകളാണ് കേട്ടോ. നമുക്ക് കാണാൻ വളരെ ഇഷ്ടം തോന്നുന്ന, കൗതുകം തോന്നുന്ന പക്ഷികളാണ്. കൊക്കുകളുടെ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു പക്ഷിയാണ് പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിനെ ജലപക്ഷികൾ അല്ലെങ്കിൽ വാട്ടർ ബേർഡ്സ് എന്ന് പറയാനുള്ള കാരണം ഇവ ജലസാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇവയെ കാണുന്നത്. സാധാരണ കൊക്കുകളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവ കൂടുതലും ചതുപ്പ് നിലങ്ങളിലും വെള്ളത്തിലും കുളത്തിലും ഒക്കെയാണ് കൂടുതലും നിൽക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവ ഇങ്ങനെ നിൽക്കുന്നത്? അവയ്ക്ക് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീനുകളെയാണ് ഇവ കൂടുതലായിട്ടും ഭക്ഷണമാക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇൻസെക്റ്റുകൾ ഒക്കെ ഇവ ഭക്ഷണമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജലസാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ പർപ്പിൾ ഹെറോനെ കൂടുതലായിട്ടും കാണുന്നത്. ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീണ്ട വളഞ്ഞ കഴുത്തുകളാണ് ഇവയ്ക്കുള്ളത്. പർപ്പിൾ ഹെറോൺ എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന, കൗതുകം തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടെ നിർത്താൻ തോന്നുന്ന ഒരു പക്ഷിയാണ് ഈ പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്നത്. ചായമൊണ്ടി എന്നാണ് ഇതിനെ മലയാളത്തിൽ അറിയപ്പെടുന്നത് കേട്ടോ. തലയിലും കഴുത്തിലും ചെമ്പിച്ച തവിട്ട് നിറവും പുറവും ചിറകുകളും ഇരുണ്ടതും അതുപോലെ തന്നെ ഊതച്ചായുള്ളതുമായിട്ടുള്ള കടുത്ത ചാരനിറവും ഇതിന് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല കഴുത്തിന് ഇരുവശത്തും കറുത്ത വരകളും ദേഹത്തിന് അടിവശം ഉണ്ടല്ലോ അത് കറുപ്പും കണ്ണിന് ചുറ്റുമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇളം പച്ച നിറമാണ്. കണ്ണ് വന്നിട്ട് മഞ്ഞ നിറമാണ്. കാലുകൾ മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്. പല വെറൈറ്റിയിൽ നമുക്ക് ഇവയെ കാണാനായിട്ട് സാധിക്കും. കേരളത്തിൽ ഇവയെ കൂട്ടമായിട്ട് കാണുന്നതായിട്ട് അറിവില്ല കേട്ടോ. കാരണം കൂടുതലും ഇവ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ ഇവയെ കാണുന്നുള്ളൂ. പിന്നെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിൽ ഇവയെ കാണുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഇവയുടെ എണ്ണം വളരെയധികം കൂടുതലായിട്ട് കാണുന്നില്ല. 120 to 150 സെൻറ്റിമീറ്ററാണ് ഇവയുടെ വിങ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് ഇവ ചിറക് വിരിക്കുമ്പോൾ 120 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ വിസ്തൃതി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ 78 മുതൽ 97 വരെയാണ് ഇവയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 78 മുതൽ 97 സെൻറ്റിമീറ്റർ വരെയാണ് ഇവയുടെ പൊക്കം എന്ന് പറയുന്നത്. ഇവയുടെ വെയ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1120 ഗ്രാം വരെയാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. മെയിലും ഫീമെയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസമുണ്ട്. 1120 ഗ്രാമാണ് ഇവയുടെ വെയിറ്റ് ആയിട്ട് പൊതുവെ പറയപ്പെടുന്നത്. ഫീമെയിൽ ഹെറോയിൻ്റെ ഭാരം എന്ന് പറയുന്നത് 525 മുതൽ 1135 ഗ്രാം വരെയാണ്. പിന്നെ ഇതിനെ പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പഞ്ചാബിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ബേർഡാണ് ഇവ. ഇവയുടെ ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് വിൻ്റർ സീസണിലാണ്. മഞ്ഞുകാലത്തിലാണ് ഇവ കൂടുതലുമായിട്ട് ബ്രീഡ് ചെയ്യുന്നത്. ഇവയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിലും അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലങ്ങളിലും പുൽമേടുകളിലും ഒക്കെ കൂടുതലായിട്ട് കാണുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ചില സമയങ്ങളിൽ ഇവ മാമൽസിനെ വരെ ഭക്ഷണമാക്കാറുണ്ട്. കാരണം നീളമുള്ള മൂർച്ചയേറിയ ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ ഇവ മാമൽസിനെ വരെ ഭക്ഷണമാക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ബ്ലൂയിഷ് ഗ്രീൻ കളർ മുട്ടകളാണ് ഇവ സാധാരണയായിട്ട് ഇടുന്നത്. മുട്ട കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. സാധാരണ ബ്ലൂയിഷ് ഗ്രേ കളർ ആണ് ഇവയുടെ മുട്ടയുടെ നിറം എന്ന് പറയുന്നത്. പിന്നെ ഇവ 4 മുതൽ 6 ആഴ്ച വരെയാണ് മുട്ടകൾക്ക് അടയിരിക്കുന്നത്. 4 to 6 വീക്സ് എടുക്കും മുട്ട ഒന്ന് വിരിഞ്ഞ് കിട്ടാനായിട്ട്. കുഞ്ഞുങ്ങളും വളരെ ഭംഗിയുള്ളതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ഇത്രയും വളരെ ഭംഗിയുള്ള ഹെറോൺ ആയിരിക്കത്തില്ല. ഇവ കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്ന് പ്രായപൂർത്തിയാകുമ്പോഴാണ് ഡാർക്ക് ഗ്രേ കളറിൽ ഇവ മാറുന്നത്. ആദ്യം എന്ന് പറയുന്നത് ഇവിടെ നിറം എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ഗ്രേ കളറായിരിക്കും. പിന്നെ ഇവ ഒന്ന് പ്രായപൂർത്തിയായി കഴിയുമ്പോഴാണ്, 1-2 വർഷം കഴിയുമ്പോഴാണ് ഇവ ഈ ഡാർക്ക് ഗ്രേ നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊക്കുകളുടെ കുടുംബത്തിലെ മുണ്ടി വർഗ്ഗത്തിൽപ്പെട്ട ഒരിനം നീർപക്ഷിയാണ് ഈ പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്നത്. പർപ്പിൾ ഹെറോൺ മാത്രമല്ല, വൈറ്റ് ഹെറോനും അങ്ങനെ തന്നെയാണ്.
മാത്രമല്ല ഇവ തുടരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് പറക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവയുടെ മാനറിസം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവ എപ്പോഴും വെറുതെ നിൽക്കുന്ന പ്രകൃതക്കാരല്ല, തുടരെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറക്കുന്ന ഒരിനം പക്ഷികളാണ്. തിങ്ങി നിറഞ്ഞ കാടുകളിലും ചതുപ്പ് നിലങ്ങളിലൊക്കെ ഇവയെ കാണുമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ആഹാരം കിട്ടുന്നതിനുള്ള അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഇവ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും കൂടുതലും ഇവയെ ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നതെന്നും പറയപ്പെടുന്നു. പർപ്പിൾ ഹെറോനും ഗ്രേ ഹെറോനുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം സൂവിലുള്ളത്. ഈ കോമൺ ആയിട്ട് കാണുന്നത് ഏതാണെന്നറിയോ? ഗ്രേ ഹെറോനാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ പർപ്പിൾ ഹെറോൻ വളരെ അധികം കാണുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പർപ്പിൾ ഹെറോനെക്കാട്ടിലും കുറച്ച് വലിപ്പത്തിൽ ചെറുതായിരിക്കും ഗ്രേ ഹെറോൻ. മാത്രമല്ല ഇവ കൂടുവയ്ക്കുന്നതിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? വളരെ ഉയരത്തിലാണ് ഇവ കൂടുവയ്ക്കുന്നത്. മരച്ചില്ലകളും ഉണങ്ങിയ കമ്പും ചില്ലകളും ഒക്കെ ചേർത്തിട്ടാണ് ഇവ കൂടുവയ്ക്കുന്നത്. ഇപ്പോൾ 4 മുതൽ 5 മുട്ടകൾ വരെയാണ് ഇവ വിരിയിക്കുക. പല സമയങ്ങളിലായിട്ട് ഇടുന്ന മുട്ടകൾ ഒരുമിച്ചാണ് ഇവ വിരിയിക്കുന്നത്. ഈ ചാരമുണ്ടി അഥവാ പർപ്പിൾ ഹെറോൺ എന്ന് പറയുന്നത് ആഫ്രിക്ക, സെൻട്രൽ ആൻഡ് സതേൺ യൂറോപ്പ് ആൻഡ് സതേൺ ആൻഡ് ഈസ്റ്റേൺ ഏഷ്യ എന്നിവിടങ്ങളിൽ വളരെ വ്യാപകമായിട്ട് കാണുന്നു എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് കേട്ടോ. മാത്രമല്ല നമ്മുടെ IUCN എന്ന സംഘടന പറയുന്നത് ഇതിനെ ആശങ്കാജനകമായിട്ട് നോക്കിക്കാണേണ്ട ഒരു പക്ഷിയല്ല. കാരണം ഇതിനെ ഒരു റെഡ് ലിസ്റ്റിൽ പെടുത്തേണ്ട ഒരു ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. വളരെ കോമൺ ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ IUCNക്ക് ഇവയെക്കുറിച്ചിട്ട് ആശങ്കയില്ല എന്നും അവർ പറയുന്നുണ്ട്. പർപ്പിൾ ഹെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പർപ്പിൾ കളറായിരിക്കും. അതായത് ആ ചായം ഉണ്ടായിട്ട് നിറമുണ്ടായതുകൊണ്ട് മലയാളത്തിൽ അതിനെ ചായമുണ്ടി എന്നാണ് വിളിക്കുന്നത്. അതുപോലെ നമുക്ക് വേറൊരു ഹെറോണാണ് ഗ്രേ ഹെറോൺ, ഗ്രേ കളർ, അതായത് ചാര നിറമുള്ളതായതുകൊണ്ട് ചാരമുണ്ടി എന്ന് പറയും. അപ്പോൾ ചായമുണ്ടി പർപ്പിൾ ഹെറോണും ചാരമുണ്ടി ഗ്രേ ഹെറോണുമാണ്. അപ്പോൾ ഈ ഗ്രേ ഹെറോണും നമുക്ക് സ്റ്റോർക്കുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറോൺ എപ്പോഴും ഒരു കുറച്ചുകൂടെ ചെറിയ ബേർഡായിരിക്കും. അതിൻ്റെ കഴുത്ത് നിങ്ങൾ നോക്കി അറിയാം, ഒരു എസ് ഷേപ്പായിരിക്കും. കഴുത്തിങ്ങനെ ഒരു എസ് ഷേപ്പിലിരിക്കും. പറക്കുമ്പോഴും ആ കഴുത്ത് അങ്ങനെ പുറകോട്ട് വെച്ചിട്ട് എസ് ഷേപ്പിലായിരിക്കും അത് പറക്കുന്നത്. എന്നാൽ നമ്മുടെ സ്റ്റോർക്ക് കഴുത്ത് നീട്ടി പിടിച്ചിട്ടായിരിക്കും പറക്കുന്നത്. ഈ സ്റ്റോർക്കുകൾക്കും ഹെറോണുകൾക്കൊക്കെ പലതരം രോഗങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബീക്ക്, അതായത് ചുണ്ടുകൾ വളരെ കൂർത്തതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ പിടിക്കുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിൽ കൊത്താനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കണ്ണ് തിളങ്ങുന്നതായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾ അത് ചുണ്ട് പിടിക്കാതെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അബദ്ധത്തിൽ കണ്ണിൽ കൊത്തി അത് മുറിവുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഈ നമ്മുടെ ജലപക്ഷികൾക്ക് ഈ സ്റ്റോർക്കിനും ഹെറോണും ധാരാളം അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം പ്രധാനപ്പെട്ട നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് വരാം. വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പം നമുക്ക് അറിയാവുന്നതുപോലെ ഏവിയൻ ഇൻഫ്ലുവൻസ ഇപ്പം വളരെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ ഇത് മൈഗ്രേറ്ററി ബേർഡ്സ് പല സ്ഥലത്തു നിന്ന് വരുമ്പോഴത്തേക്കും ഇൻഫ്ലുവൻസ വൈറസ് അവർ ക്യാരി ചെയ്ത് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് വരാം. അതുപോലെ ഇക്വൈൻ എൻസെഫലൈറ്റിസ് വൈറസ്, അങ്ങനെ അതുപോലെ ഇവർക്ക് ഹെമറാജിക് എൻഡ്രൈറ്റിസ് വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് ഉണ്ട്. അതുപോലെ ബാക്ടീരിയൽ ഡിസീസസ്, ഫംഗൽ ഡിസീസസ്, പല മീനുകളിൽ ബാധിക്കുന്ന പല പത്തോജൻസും ഈ ബേർഡ്സിനെ ബാധിച്ചിട്ട് അസുഖം ഉണ്ടാക്കാറുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈറ്റ് സ്റ്റോർക്കിനെ പറ്റിയിട്ടാണ്. നമുക്ക് കൊക്കുകളെയൊക്കെ എപ്പോഴും കാണാനും അറിയാനും ഒക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ്. കാരണം അതിൻ്റെ ഒരു രൂപ ഭംഗി തന്നെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നതാണല്ലേ. അത്തരത്തിലൊരു ബേർഡ് തന്നെയാണ് ഈ വൈറ്റ് സ്റ്റോർക്ക് അഥവാ വെൺപകം എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചുണ്ടുകളും ആ ചിറകുകളും ഒക്കെ കാണാൻ എന്താ ഭംഗിയല്ലേ. തീർച്ചയായിട്ടും നമുക്ക് സാധാരണ കൊക്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോർക്ക് തന്നെയാണിത്. നമുക്ക് കൂടുതൽ അറിയാനും അവയുടെ രൂപഘടന എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ടാവും. ഇതൊരു ദേശാടന പക്ഷി എന്നാണ് പറയപ്പെടുന്നത്. വാട്ടർ ബേർഡിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ കൂടിയും ഇത് ദേശാടന പക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. തെക്കേ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും മാറി മാറി സഞ്ചരിക്കുന്ന ദേശാടന പക്ഷികളുടെ കാറ്റഗറിയിലാണ് ഈ വെൺപകം അഥവാ വൈറ്റ് സ്റ്റോക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ദേശാടനം നടത്തുമ്പോഴുണ്ടല്ലോ, ഈ അനുകൂലമല്ലാത്ത കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവ പിന്നെ അങ്ങോട്ടേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇവ മെഡിറ്ററേനിയൻ കടൽ കടന്നു പോകാറില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കാരണം ഇവയ്ക്ക് കുറച്ച് അനുകൂലമായ കാലാവസ്ഥ വേണം. അതുകൊണ്ട് ഇവ മെഡിറ്ററേനിയൻ കടൽ കടന്ന് വേറൊരു ദേശത്തേക്ക് പോകില്ല എന്നാണ് പറയുന്നത്.
കാണാൻ വളരെയധികം കൗതുകം തോന്നുന്ന ചിറകുകളാണ്. അതിൻ്റെ ആ കളറിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ ഇഷ്ടം തോന്നുന്ന ഒരു പക്ഷിയാണ് ഈ വെൺപകൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പക്ഷികൾ വൈറ്റ് സ്റ്റോർക്ക് ഭക്ഷിക്കുന്നത് കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? മത്സ്യം, ചെറിയ ചെറിയ പ്രാണികൾ, അതുപോലെ തന്നെ സസ്തനികൾ, ഇഴജന്തുക്കൾ എന്നിവയൊക്കെയാണ് ഇവയ്ക്ക് കൂടുതൽ ഇഷ്ടം. മീനുകളും ഇവ കഴിക്കാറുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാം തിരിഞ്ഞു കടിക്കാത്ത എന്തിനേയും ഭക്ഷണമാക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ് വൈറ്റ് സ്റ്റോർക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏക പത്നിയാണ്. അതായത് ഒരു ഇണ മാത്രമേ ഇവയ്ക്ക് ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ നമ്മൾ പക്ഷികളുടെ ഒരു കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മിക്കവാറും എല്ലാ പക്ഷികൾക്കും ഒരൊറ്റ ഇണ മാത്രമേ ഉണ്ടാകാറുള്ളൂ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അത്തരത്തിലുള്ള പക്ഷികളെക്കുറിച്ച് പരിചയപ്പെട്ടിരുന്നല്ലേ. അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോർക്കും ഒരൊറ്റ ഇണ മാത്രമേ ഇവർക്കുണ്ടാകാറുള്ളൂ. മാത്രമല്ല ഇവ ഇണയുമായിട്ട് ചേർന്നാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മരച്ചില്ലകളിലും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ഇവ കൂട് വയ്ക്കാറുണ്ട്. ഉണങ്ങിയ ചില്ലകളും അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പുകൾ, ഇലകളൊക്കെ ചേർത്തിട്ടാണ് ഇവ കൂട് വയ്ക്കുന്നത്. അവ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ്, ഇണയും മെയിലും ഫീമെയിലും ചേർന്നിട്ടാണ് ഇവ കൂട് ഒരുക്കുന്നത്. ഈ കൂടുകൾ തന്നെ അവ ദീർഘനാൾ ഉപയോഗിക്കുകയും ചെയ്യും. കാരണം അവയ്ക്ക് വേറൊരു കൂട് തേടി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇവ കൂടുതൽ നാളും അവ ഉപയോഗിക്കും. ദേശാടന പക്ഷിയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവയ്ക്ക് ഇത്തരത്തിലുള്ള കൂടുകളുടെ ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഇവയ്ക്കും കൂടുകൾ വേണം. അത് മാത്രമല്ല ഇവ ഒരുപാട് നാൾ ആ കൂടുകൾ ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആഴം കുറഞ്ഞ വെള്ളമില്ലാത്തടത്തും അതുപോലെ തന്നെ ചെടികളൊക്കെ അധികം ഇല്ലാത്തടത്തും ഇവയ്ക്ക് ഇര തേടാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഇവ നിലത്ത് നിന്ന് ഇര പിടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മുടെ കൊക്കുകളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമ്മൾ ഈ വയൽ പ്രദേശങ്ങളിലും ചതുപ്പ് നിലങ്ങളിലൊക്കെ അവ ചെളിക്കുണ്ടിലൊക്കെയാണല്ലോ കൂടുതലായിട്ടും മീനുകളെയും മറ്റ് കുഞ്ഞു ജീവികളെയൊക്കെ പിടിക്കാനായിട്ട് നിൽക്കുക. അതുപോലെ തന്നെയാണ് ഈ വൈറ്റ് സ്റ്റോർക്കുകളും ഈ പറഞ്ഞ പോലെ തന്നെ താണ നിലങ്ങളിൽ ഇരുന്ന് മീനുകളെയും ഇര തേടാനാണ് ഇവയ്ക്ക് കൂടുതലായിട്ടും ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ഇവ മുട്ടയിടുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 മുട്ടകൾ വരെയാണ് ഇവ ഇടുന്നത്. ഒരു ദിവസം 4 മുട്ടയല്ല ഇടുന്നത്, പല സമയങ്ങളിലായിട്ട് ഇവ 4 മുട്ടകൾ വരെയാണ് അടയിരിക്കാനായിട്ട് ഇടുന്നത്. അതിനുശേഷം ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുമിച്ച് ഇരുന്നിട്ടാണ്, അത് മാറി മാറി ഇരുന്നാണ് മുട്ടയ്ക്ക് അടയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് പക്ഷികളുടെ കാര്യം പറഞ്ഞു അല്ലേ, അങ്ങനെ മാറി മാറി മുട്ട അടയിരിക്കുന്ന പക്ഷികളെ കുറിച്ചിട്ട്. അതുപോലെ തന്നെയാണ് വൈറ്റ് സ്റ്റോർക്കിൻ്റെ കാര്യവും. അവരും ഈ ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി ഇരുന്നാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത്. 33 മുതൽ 34 ആഴ്ച വേണം ഈ മുട്ടയൊന്ന് വിരിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ആദ്യം ഈ കാണാൻ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഭംഗിയുള്ള സ്റ്റോർക്കൊന്നും ആയിരിക്കില്ല, കുറച്ച് കളറിൽ ചേഞ്ച് ഉണ്ടാവും. അത് പ്രായപൂർത്തിയാകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇത്രയും ഭംഗിയുള്ള കളറായിട്ട് അത് ഫോം ചെയ്യുന്നത്. ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ മെയിലും ഫീമെയിലും മാറി മാറി ഇരുന്നാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. ഈ ഒരു 68-70 ദിവസം വരെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് കൂട്ടിരിക്കും. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുത്ത് അവരെ വളരെയധികം ശ്രദ്ധാപൂർവം പരിപാലിച്ചെടുക്കുകയാണ് ഈ വൈറ്റ് സ്റ്റോർക്കുകൾ ചെയ്യുന്നത്. പിന്നെ 68-70 ദിവസം ആകുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വന്തം കൂട് ഉപേക്ഷിച്ച് പോകും എന്നാണ് പറയുന്നത്. പോയി കഴിഞ്ഞാലും ഈ അമ്മയുടെയും അച്ഛൻ്റെയും ആത്മബന്ധം ഒന്ന് നോക്കണേ. കാരണം ഈ കുഞ്ഞുങ്ങൾ അവയുടെ വളർച്ച എത്തിക്കഴിഞ്ഞ് പറന്നു പോയി കഴിഞ്ഞാലും 7 മുതൽ 20 ദിവസം വരെ അവയെ തേടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ വൈറ്റ് സ്റ്റോർക്ക് കോമൺ ആയിട്ട് വെളുത്ത നിറമാണെങ്കിലും നമുക്ക് അവയെ ശ്രദ്ധിച്ചാൽ അറിയാം അവയുടെ ചിറകിൻ്റെ ഭാഗത്ത് കറുത്ത നിറം കാണാനായിട്ട് സാധിക്കും അല്ലേ. വളരെ ഭംഗി കൂട്ടുന്നതാണ് ആ ഒരു ബ്ലാക്ക് കൂടി വന്നപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് ഇരട്ടിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ. അതുപോലെ തന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 മുതൽ 125 സെൻറ്റിമീറ്ററാണ് ഇവയുടെ നീളം എന്ന് പറയുന്നത്. 100 to 125 സെൻറ്റിമീറ്ററാണ് ഇവയുടെ നീളം എന്ന് പറയുന്നത്. ഇവ ചിറക് വിരിക്കുമ്പോൾ വിങ് സ്പാൻ എന്ന് പറയുന്നത് 100 to 125 സെൻറ്റിമീറ്ററാണ് വിങ് സ്പാൻ എന്ന് പറയുന്നത്. ചിറക് വിരിച്ച് പറക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇവയുടെ വെയ്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 125 ഗ്രാം വരെയാണ് ഇവയുടെ വെയ്റ്റ് ആയിട്ട് പറയുന്നത്. നീണ്ട കാലുകളും അതുപോലെ നീണ്ട കഴുത്തും വളവില്ലാത്ത കൂർത്ത കൊക്കുകളുമാണ് ഇവയുടെ മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. ഇവയുടെ നീളം എത്രയെന്നറിയോ? 100 മുതൽ 125 സെൻറ്റിമീറ്ററാണ് ഇവയുടെ നീളം എന്ന് പറയുന്നത്. നിൽക്കുമ്പോൾ അതിൻ്റെ ഉയരം കണക്കാക്കുന്നത് 100 മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ് ഉള്ളത്. അതുപോലെ തന്നെ മെയിലും ഫീമെയിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെയാണ് കാഴ്ചയിൽ. നമുക്ക് ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല.
പൂവനെക്കുറിച്ച് അല്ലെങ്കിൽ മെയിൽ സ്റ്റോർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിലിനെക്കാട്ടിലും കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാറിടത്തിലുണ്ടല്ലോ നീണ്ട തൂവലുകൾ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവയെ തിരിച്ചറിയാനുള്ള ഒരു ഏക മാർഗം എന്ന് പറയുന്നത്. മാത്രമല്ല കണ്ണിന് മങ്ങിയ തവിട്ട് നിറവും കുറ്റുമുള്ള ത്വക്കിന് കറുപ്പ് നിറവുമാണ് സാധാരണയായിട്ട് കാണുന്നത്. നമ്മുടെ മൃഗശാലയിൽ നമുക്ക് ഒരു വൈറ്റ് സ്റ്റോർക്കാണുള്ളത്. വൈറ്റ് സ്റ്റോർക്കിൻ്റെ മലയാളം വെൺബകം എന്നാണ്. വൈറ്റ് സ്റ്റോർക്ക് അതൊരു ശരിക്കും പറഞ്ഞാൽ സ്റ്റോർക്ക് ഫാമിലിയിലെ ഒരു വലിയൊരു ബേർഡാണ്. അതിൻ്റെ സൈസ് സാധാരണഗതിയിൽ മറ്റുള്ള ഹെറോൺസിനേക്കാളും സ്റ്റോർക്കിനേക്കാളും കൂടുതലാണ്. അതിൻ്റെ വെള്ള നിറമായിരിക്കും, അതുകൊണ്ടാണ് വൈറ്റ് സ്റ്റോർക്ക് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ചിറക് കറുത്ത നിറമായിരിക്കും. നമുക്ക് ഈ വൈറ്റ് സ്റ്റോർക്കിനെ നമുക്കിവിടെ കിട്ടിയത് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് അബോധാവസ്ഥയിൽ നമുക്കിവിടെ കിട്ടി ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയതാണ് ഈ സ്റ്റോർക്ക്. ഇവ പറക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം എന്തെന്നറിയോ, ഇവ പറക്കുമ്പോൾ കാലുകൾ പുറകിലോട്ട് നീട്ടിപ്പിടിച്ചിട്ടാണ് ഇവ പറക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് പറയേണ്ടത്. അത് ഓൾമോസ്റ്റ് എല്ലാ പക്ഷികളും അങ്ങനെയാണെങ്കിലും ഇവയെ കാണാൻ കുറച്ച് ഭംഗി കൂടുതലാണ്. ഇവയുടെ ഈ നിറം, അതായത് ചുണ്ടുകൾക്കും കാലുകൾക്കും ഈ ചുവപ്പ് നിറമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്, സ്പെയിൻ സർവകലാശാല ഒരു പഠനം നടത്തിയിട്ട് അവരുടെ സർവേ പ്രകാരം പറയുന്നത് ഇവ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഇവയ്ക്ക് കൊക്കിനും അതുപോലെ തന്നെ ഇവയുടെ കാലുകൾക്കും ചുവപ്പ് നിറം കിട്ടിയത് എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന നിറമാണ് ഇവയ്ക്ക് കാലുകൾക്കും ചുണ്ടിനും ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവ കുറേ നാളത്തേക്ക് ദേശാടനം നടത്താനായിട്ട് പോകുമ്പോൾ മറ്റ് പക്ഷികൾ ഇവയുടെ കൂടിനെ ഇടത്താവളമാക്കാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അങ്ങാടിക്കുരുവികളുണ്ടല്ലോ, അങ്ങാടിക്കുരുവികളൊക്കെ കൂടുതലും ഇവയുടെ കൂട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയം ഇവ പോയിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവ മാറിക്കൊടുക്കുകയും ആ കൂട് തന്നെ ഇവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവ മുട്ടയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അഴുക്ക് കലർന്ന വെള്ള നിറത്തിലുള്ള മുട്ടകളാണ് ഇവ കോമൺ ആയിട്ട് ഇടുന്നത്. 4 മുട്ടകൾ വരെ ഇവ ഇടാറുണ്ട്. മാത്രമല്ല മറ്റു പക്ഷികളെ പോലെ തോന്നുന്ന സ്ഥലങ്ങളിൽ പോയി മുട്ടയിടുന്ന ഒരു പ്രകൃതം ഇവർക്കില്ല കേട്ടോ. കാരണം ഒരു കൂട്ടിൽ മാത്രമേ ഇവ മുട്ടയിടാറുള്ളൂ. പല കൂട് മാറി മാറിപ്പോയി മുട്ടയിടുന്ന ഒരു പ്രകൃതം ഇവർക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത്. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാലോ, ഈ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും മാറി മാറി ഭക്ഷണം കൊടുക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യം കുഞ്ഞ് വിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് നാൾ അമ്മ ഭക്ഷണം ഛർദ്ദിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഛർദ്ദിപ്പിച്ച് അവയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെയാണ് അവ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ അമ്മയുടെ വായിൽ നിന്ന് നേരിട്ട് ഭക്ഷണം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവയ്ക്ക് രോഗം പരത്തുന്നത് കൊതുകുകളാണ്. മനുഷ്യർക്ക് രോഗം പരത്തുന്നത് പോലെ തന്നെ ഇവയ്ക്കും ഇവയുടെ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്നത് കൊതുകുകളാണ്. കൊതുകുജന്യ രോഗങ്ങളാണ് സാധാരണയായിട്ട് വൈറ്റ് സ്റ്റോർക്കിനെ ബാധിക്കുക. അതാണ് ഇവയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ദേശാടന പക്ഷികളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖം ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇവയെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയെ നമുക്ക് അങ്ങനെ പിടിക്കാൻ കിട്ടില്ല എങ്കിൽ കൂടിയും പല ആവശ്യങ്ങൾക്കായിട്ട് ഇവയെ പിടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവയെ പിടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ നമ്മുടെ തിളക്കമുള്ള കണ്ണുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ കുത്തിപ്പൊട്ടിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇവയെ പിടിക്കാനായിട്ട്. ഇപ്പോൾ പല പഠനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവയെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവയുടെ കൊക്കുകൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ, തിളക്കമുള്ള കണ്ണുകൾ അവ കണ്ടു കഴിഞ്ഞാൽ അവ ഭക്ഷണ സാധനമാണെന്ന് വെച്ചിട്ട് കൊക്കുകൾ കൊണ്ട് കൊത്തും എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇന്ന് സാധാരണയായിട്ട് മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവ വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റബ്ബർ ബാൻഡുകളുണ്ടല്ലോ, ഇവ അത് മണ്ണിരയാണെന്ന് വെച്ചിട്ട് ഈ റബ്ബർ ബാൻഡുകളെ കഴിക്കുകയും വളരെയധികം മരണം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ട് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കൾ തീർച്ചയായിട്ടും നമ്മൾ റിമൂവ് ചെയ്യുക. നമ്മുടെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കും അതുപോലെ റബ്ബർ ഉൽപ്പന്നങ്ങളും ഒക്കെ വലിച്ചെറിയുന്ന ഒരു പ്രവണത ഒഴിവാക്കി അവയെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ഒതുക്കി വയ്ക്കുക എന്നതുകൂടിയാണ് ഈ ഒരു പരിപാടി നിങ്ങളുടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ നമ്മൾ 4 പ്രധാനപ്പെട്ട പക്ഷികളെക്കുറിച്ച് മനസ്സിലാക്കി. പർപ്പിൾ ഹെറോൺ, അതുപോലെ തന്നെ ഗ്രേ ഹെറോൺ,
പിന്നെ നമ്മളിപ്പോൾ പഠിച്ച സ്റ്റോർക്ക് അല്ലേ, വൈറ്റ് സ്റ്റോർക്കും ഉണ്ട്, ഗ്രേ സ്റ്റോർക്ക്, അങ്ങനെ 4 പക്ഷികളെക്കുറിച്ച് വളരെ വിശാലമായിട്ട് നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇവയെ വാട്ടർ ബേർഡ്സിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ കൂടിയും ഈ സ്റ്റോർക്കുകളെ സംബന്ധിച്ചിടത്തോളം അവ ദേശാടന പക്ഷികളാണ്. തീർച്ചയായിട്ടും ഇവയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സൂ ലൈഫ് ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വാസം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. മറ്റുള്ള മൃഗങ്ങളെക്കുറിച്ചിട്ടും പക്ഷികളെക്കുറിച്ചിട്ടും ഒക്കെ കൂടുതൽ അടുത്തറിയാം വരുന്ന എപ്പിസോഡുകളിൽ. ഏതായാലും ആരും മിസ് ചെയ്യാതെ സൂ ലൈഫ് കാണുക. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിലൂടെ. അതുവരേക്കും കാത്തിരിക്കൂ. ഏവർക്കും ഗുഡ് ബൈ.